ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ് എക്സൈസ് എന്നും വ്യക്തമാക്കി. കൊച്ചി കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ അമ്മ കസ്റ്റഡിയിൽ. അറസ്റ്റിലായ ധനേഷ് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയായിരുന്നുവെന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടികൾ പീഡനത്തിനിരയായ വിവരം അമ്മ അറിഞ്ഞിട്ടും മറച്ചുവെക്കുകയായിരുന്നുവെന്നും ധനേഷിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ തടയാനോ ഇവർ ശ്രമിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതി ധനേഷിന്റെ മൊഴിയെ തുടർന്നാണ് പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അമ്മയ്ക്കെതിരെ പുതിയ കേസെടുക്കും. പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചതിനാണ് കേസെടുക്കുക. അമ്മയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ രഹസ്യമൊഴി പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിരുന്നു. 10-12 വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവർ ധനേഷിനെ ഇന്നലെയാണ് കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമാക്കിയത്. പ്രതി റിമാൻഡിലാണ്. പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പെൺകുട്ടികളുടെ പിതാവ് മരിച്ചതിന് ശേഷമാണ് കുട്ടികളുടെ അമ്മയുമായി പ്രതി ബന്ധമുണ്ടാക്കിയത്. തുടർന്നാണ് പെൺകുട്ടികളെ ഇയാൾ നിരന്തരം ചൂഷണം ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കോട്ടയം കടപ്ലാമറ്റം വയലായിൽ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പേർ പിടിയിൽ. വയല സ്വദേശികളായ കൈലാസ് കുമാർ, ദേവദത്തൻ, അർജുൻ, ദേവരാജ്, ജസിൻ, ജോജോ, അതുൽ പ്രദീപ്, അമൽ, ലാലു എന്നിവരാണ് പിടിയിലായത്. 6 അംഗ